ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധയായ ഡോക്ടർ മേരി ജോർജ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി മേരി ജോർജ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സ്വർണ്ണത്തിന്റെ വില ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമ്പോഴൊക്കെയും സാധാരണക്കാർക്ക് ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആ ഒരു ആശ്വാസം ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. 1000-ലധികം 1400 രൂപയോളം കുറഞ്ഞു. എന്നാൽ ഒറ്റയടിക്ക് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഇതാ സ്വർണ്ണവില ഉയർന്നിരുന്നു. ഇന്നിപ്പോൾ ഇതാ വീണ്ടും സർവ്വകാല റെക്കോർഡിലെത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ 400 രൂപ വീണ്ടും കൂടിയിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിലും ഇതുപോലെ സ്വർണ്ണവിലയിൽ ഒരു ഉയർച്ച തന്നെയാണോ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരിക? നമുക്ക് അങ്ങനെ തീർത്ത് പറയാൻ ഒക്കില്ല. കൂടാം കുറയാം. ഇപ്പൊ ഉദാഹരണത്തിന് എന്താണ് മിനിഞ്ഞാന്ന് ഇന്നലെ വരെയും ഇത്തിരി സാവകാശത്തില് പെട്ടെന്ന് താഴ്ന്ന വില എന്തായിരുന്നു താഴാനുണ്ടായ കാരണം? അതായത് ഗാസയില് ഒരു എഗ്രിമെന്റിലേക്ക് എത്തുന്നു എന്ന് വെച്ചാൽ പശ്ചിമേഷ്യയിൽ സമാധാനം ഉടലെടുക്കാൻ പോകുന്നു. അതായിരുന്നു അതിന്റെ കാരണം. അപ്പോഴേക്കും സ്വർണത്തിന്റെ അപ്പോഴേക്കും അമേരിക്കൻ ഡോളറിന്റെ അതിനോടൊപ്പം തന്നെ വേറൊരു ഗാസയിലെ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്ന് വന്ന സമാധാനത്തിന്റെ അന്തരീക്ഷം സംജാതമാകുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ സ്വർണത്തിന്റെ വിലയിൽ ഇടിവുണ്ടായി എന്ന് നമ്മൾ കണ്ണെടുക്കുന്നതിന് മുൻപ് എന്ന് പറയത്തക്ക രീതിയിലാണ് ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം വീണ്ടും ഉടലെടുക്കുന്നത്, രൂക്ഷമാകുന്നത്. അതോടുകൂടി ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞതോടുകൂടി എന്ത് സംഭവിച്ചു? സ്വർണത്തിൽ നിന്ന് ഡോളറിലേക്ക് പോയ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ തിരിച്ച് ഡോളറിൽ നിന്ന് സ്വർണത്തിലേക്ക് വന്നു. അങ്ങനെ ഡോളറിന്റെ മൂല്യം ഇടിഞ്ഞു. അതായത് നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ഉണർവ് രേഖപ്പെടുത്തിയിരുന്നു. ഈ സമാധാനം വരുന്നു എന്ന് കേട്ടോണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഷെയർ ഇൻഡെക്സുകളൊക്കെ പോസിറ്റീവായി തുടങ്ങിയിരുന്നു. അപ്പോഴേക്കുമാണ് വീണ്ടും ഈ വ്യാപാര യുദ്ധത്തിന്റെ ഇത് വരുന്നത്. അതോടുകൂടി ഷെയർ മാർക്കറ്റിലും ആ ഇടിവ് രേഖപ്പെടുത്താൻ തുടങ്ങി. അതിനു മുൻപ് തന്നെ ഡോളറാണ് ഇടിവ് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ സ്വർണത്തിന്റെ വില പഴയതിനേക്കാൾ ശക്തിയോടെ തിരിച്ചു കയറി 91,120 രൂപയിലേക്ക് ഉയർന്നു. അപ്പൊ ഇപ്പൊ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരു പവൻ സ്വർണം ആഭരണമാക്കി മാറ്റണമെങ്കിൽ അതിന്റെ മറ്റ് ചെലവുകളും എല്ലാം കൂടി ചേർന്ന് എത്രയാകും? ഏകദേശം 1,03,000 രൂപയാകുമെന്നാണ് ഹാൾമാർക്ക്, പണിക്കൂലി, ഇങ്ങനെയുള്ള എല്ലാ ചെലവുകളും വന്ന് അത് 1,03,000 രൂപ വരെ ആകുമെന്നാണ് പറയുന്നത്. അതുപോലെ 18 കാരറ്റ് സ്വർണത്തിലും വലിയ തോതിൽ ക്രയവിക്രയം ഇപ്പോൾ നടക്കുന്നു. കാരണം 22 കാരറ്റിലേക്ക് പോകുന്നതിനേക്കാൾ ലാഭകരമാണ്. പക്ഷെ നമുക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് 22 കാരറ്റും വേണ്ട, 18 കാരറ്റും വേണ്ട, തൽക്കാലം ലൈറ്റ് വെയിറ്റ് ഗോൾഡ് കൊണ്ട് തൃപ്തിപ്പെടുക. എന്നിട്ട് സ്വർണത്തിന്റെ വില കുറച്ചുകൂടി സെറ്റിൽ ചെയ്തതിന് ശേഷം മാത്രം വാങ്ങിക്കുക. കാരണം ഇന്നും വന്ന ആ കയറ്റിറക്കങ്ങൾ പോലെ ഇതിനേക്കാൾ വലിയ കയറ്റിറക്കങ്ങൾ ഇനിയും ഉണ്ടായേക്കാം. അതുകൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഒക്ടോബർ മാസം കഴിയുമ്പോഴേക്ക്, നവംബർ ആവുമ്പോഴേക്കും ഒക്കെ ചൈന US വ്യാപാര യുദ്ധത്തിന് ഒരു പരിധി വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇപ്പൊ ചൈനയും US തമ്മിലുള്ള വ്യാപാര യുദ്ധം എന്ന് പറഞ്ഞാല് ചൈന US മാർക്കറ്റിനെ എല്ലാ കാലത്തും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ചൈന അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് അമേരിക്കയിൽ വിൽക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. US എന്ന് പറയുന്നത് ഒന്നാമത്തെ GDP ഉള്ള രാജ്യമാണ്. അതായത് 33 ട്രില്യൺ ഡോളേഴ്സ് ആണ് അമേരിക്കയുടെ GDP. ജനസംഖ്യയാണെങ്കിലോ വെറും 33.3 കോടിയാണ് അമേരിക്കയുടെ പോപ്പുലേഷൻ. ഇനി നമ്മൾ ചൈനയിലേക്ക് വന്നാലോ, ചൈനയെ രണ്ടാമത്തെ ലാർജസ്റ്റ് GDP എന്നാണ് പറയുന്നത് ലോകത്തെ. അതായത് 21 ട്രില്യൺ. അമേരിക്കയുടേത് 33 ട്രില്യൺ ആണെങ്കിൽ ചൈനയുടേത് 21 ട്രില്യൺ ഡോളറാണ് GDP. പക്ഷേ പോപ്പുലേഷൻ കടുപ്പമാണ്. പോപ്പുലേഷൻ രണ്ടാമത്തെ ലാർജസ്റ്റ് പോപ്പുലേഷനാണ് 145 കോടി. അപ്പൊ പെർ ക്യാപിറ്റ ഇൻകം വരുമ്പോൾ ചൈന വളരെ താഴെയാണ്, 12,000 ഉള്ളൂ. അതേ സമയത്ത് US ആണെങ്കിലോ 76,000 പെർ ക്യാപിറ്റ ഇൻകം. ആ വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷേ ഏത് വ്യത്യാസം ഉണ്ടെങ്കിലും
ചൈന സാധാരണ അവരുടെ ത്രോ എവേ ഗുഡ്സ്, അതായത് വളരെ വില കുറച്ച് സാധനങ്ങൾ നിർമ്മിച്ച് അമേരിക്കൻ വിപണി എടുക്കുകയാണ് ചെയ്യാറ്. അമേരിക്കൻ വിപണി അവരുടെ വിപണിയാക്കി മാറ്റുകയാണ് ചെയ്യാറുള്ളത്. അതാണ് ട്രംപിനെ ചൊടിപ്പിക്കുന്നത്. അപ്പൊ ട്രംപ് അതിനനുസരിച്ച് എന്താ പറയുക, കയറ്റുമതി തീരുവ, അതായത് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതിനുള്ള ഇറക്കുമതി തീരുവ ഉയർത്തുമ്പോൾ ചൈനയ്ക്ക് അമേരിക്കൻ ഇക്കോണമിയിലേക്ക് കടന്നു കയറാൻ പറ്റാത്ത രീതിയിലാകും. അപ്പൊ അങ്ങനെ ചൈനയെ സമ്മർദ്ദത്തിലാക്കുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് അവരെ അമേരിക്കയെ എപ്പോഴും ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. ആ അവസ്ഥ മാറിക്കിട്ടാനാണ് ഇങ്ങനെ പിന്നെ ഇമ്പോർട്ട് ഡ്യൂട്ടി ചുമത്തുന്നത്. പക്ഷേ ട്രംപിനറിയാം ഒരുപാട് അങ്ങ് ദൂരോട്ട് പോകണ്ട, ഒരു പരിധി വരെ അവരെ ഒന്ന് പേടിപ്പിക്കുക, കുറച്ച് മര്യാദയാക്കുക, അവര് ഇപ്പോൾ ചുമത്തുന്ന ചാർജ് ചെയ്യുന്ന വിലകളിലൊക്കെ കുറച്ച് മര്യാദ പാലിക്കുക. അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴത്തേനും ട്രംപ് സാധാരണ രീതിയിൽ ചൈനയോട് ഏറ്റുമുട്ടൽ കുറയ്ക്കും. പക്ഷേ കുറച്ച് നികുതി തീർച്ചയായിട്ടും കൊടുക്കേണ്ടി വരും. അതായത് നേരത്തെ ചാർത്തിയിരുന്നതിനേക്കാൾ ഉയർന്ന. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഈ മാസം അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും ആകെപ്പാടെ ആഗോള വ്യാപാര യുദ്ധം, അത് ചൈനയും അമേരിക്കയും തമ്മിലുള്ള യുദ്ധവും. നമുക്കറിയാം വ്യാപാര യുദ്ധം തുടങ്ങിയത് തന്നെ ചൈനയോട് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. 50% തീരുവ, അത് 400% തീരുവ, ഈ തരത്തിലൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. പിന്നെ പല ഘട്ടങ്ങളിലായിട്ട് അതിനൊക്കെ ഇളവ് വരുത്തിയതാണ്. ഇപ്പൊ വീണ്ടും ഒന്നെ തുടങ്ങിയിരിക്കുന്നു. പക്ഷെ അതും അവസാനിപ്പിക്കും. അങ്ങനെ അവസാനിപ്പിച്ച് ഈ മാസാവസാനമൊക്കെ ആകുമ്പോഴേക്ക് ചൈനയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര യുദ്ധം കുറഞ്ഞേക്കാം, സമാധാനത്തിലായേക്കാം, ഒരു കരാറിൽ എത്തിയേക്കാം. അങ്ങനെ വരുമ്പോഴേക്ക് സ്വർണത്തിന്റെ വില, അതായത് ഡോളർ വീണ്ടും പഴയ പ്രതാപം പിടിച്ചെടുക്കും. ഡോളർ പ്രതാപം പിടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോ സ്വർണത്തിലേക്ക് പോയിരിക്കുന്ന ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപം അമേരിക്കൻ ഡോളറിലേക്ക് പോകും. എന്താണ് അമേരിക്കൻ ഡോളറിന്റെ പ്രത്യേകത? സ്വർണവുമായി താരതമ്യം ചെയ്യുമ്പോൾ അമേരിക്കൻ ഡോളർ ലോകത്തെവിടെയും എപ്പോഴും വിനിമയം ചെയ്യാൻ എടുക്കുന്ന ഒരു ഉപാധിയാണ്. അതേസമയത്ത് സ്വർണവും അങ്ങനെയാണ്. പക്ഷേ പെട്ടെന്ന് പണമാക്കി മാറ്റണമെങ്കിൽ സ്വർണം അങ്ങനെ ആക്കാൻ പറ്റില്ല. സ്വർണത്തെ നമ്മൾ പിന്നെ എടുക്കാൻ ആവശ്യമുള്ളവരെ കണ്ടെത്തി അവിടെ ബാങ്കിലാകട്ടെ എവിടെയാകട്ടെ കൊണ്ടുപോയി പണയം വെച്ച് അല്ലെങ്കിൽ വിറ്റ് ഒക്കെ പൈസ എടുക്കണം. മറ്റേ ഡോളർ അങ്ങനെയല്ല. നേരെ ഡോളർ കൊടുത്ത ഏത് തരം വിനിമയം നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റും. അതാണ് ഡോളറിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഡോളറിന്റെ പ്രതാപം വീണ്ടെടുത്തു കഴിഞ്ഞാല് പിന്നെ ഈ കറൻസീസിലെ ഈ നിക്ഷേപം ഒരുപാട് ഡോളറിലേക്ക് ഒഴുകും. അതുവരെയേ സ്വർണത്തിന് ഈ കുതിപ്പ് കാണും. അത് കഴിഞ്ഞാൽ സ്വർണത്തിന്റെ എന്താ പറയുക, ഒളി കുറയുകയില്ല. പക്ഷേ തൽക്കാലത്തേക്ക് സ്വർണത്തിന്റെ വില കുറച്ച് ഒരു പിന്നെ 60,000-70,000 എങ്കിലും ഒക്കെ സെറ്റിൽ ഡൗൺ ചെയ്യുമെന്നാണ് ഇതുവരെയുള്ള സ്വർണത്തിന്റെ ചരിത്രം, ലോക ചരിത്രം കാണിക്കുന്നത്. അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യുക. ഇപ്പൊ പോയി സ്വർണം മേടിക്കാതെ 200-300 സ്വർണത്തിന് രൂപ വില കുറയുന്നത് കൊണ്ട് ഓടിച്ചെന്ന് വാങ്ങരുത്. കുറയുന്നല്ലോ എന്ന് വിചാരിച്ചു, ഇതിലും കുറയും. ആ സമാധാനത്തോടെ കാത്തിരിക്കുക. എന്നിട്ട് ഈ ആഗോള ഗതിവിഗതികൾ, വ്യാപാര ഗതിവിഗതികൾ, പശ്ചിമേഷ്യയുടെ സമാധാന സാധ്യതകൾ ഒക്കെ നന്നായി മുന്നോട്ട് പോകുന്നു എന്ന് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർണത്തിന്റെ വിലയും പതുക്കെ താഴോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കാണാൻ കഴിയട്ടെ എന്ന് ആശംസിക്കാം. അതായത് സാധാരണക്കാർക്ക് ആശ്വസിക്കാനുള്ളൊരു ദിവസം വരും, അത് വലിയ വിദൂരമല്ല എന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു അല്ലേ? ഈ ഒരു ജനുവരിയോടെയൊക്കെ ഈ സ്വർണത്തിന്റെ വിലയിൽ ഒരു താഴ്ച അതുണ്ടാകുമോ? വിദൂരമല്ല. കാരണം ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ അറിയാം, അങ്ങനെ ലോകത്തെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചിട്ട് കാര്യമില്ല. അവരുടെയൊക്കെ സുരക്ഷ എന്ന് പറഞ്ഞാൽ അവരുടെ രാജ്യം അവരെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതിന്. ഇപ്പൊ ട്രംപിന് ഇപ്പോൾ തന്നെ സപ്പോർട്ട് കുറയുന്നുണ്ട് അമേരിക്കയില്. അത് ട്രംപ്, അത് എലൺ മസ്ക് വിട്ടുപോയത് തന്നെ ട്രംപിനോടുള്ള ഇഷ്ടക്കേട് കൊണ്ടാണ്. അത് തന്നെ ട്രംപിന്റെ എന്താ പറയാ വില ഇടിഞ്ഞു, റേറ്റിംഗ് ഇടിയാൻ കാരണമായി. ഇനി കൂടുതൽ ഇടിയാൻ കാരണമാകാതെ ഇരിക്കാനാണ് ഈ വ്യാപാര കെടുതികളെയൊക്കെ പതുക്കെ തട്ടി തടവി താഴോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ അധികം താമസിയാതെ പുള്ളി ഒരു എന്താ പറയുക, ഒരു സമശീതോഷ്ണ മേഖലയിലേക്ക് എത്തിച്ചേരും തന്റെ വ്യാപാര പരാതികളൊക്കെ. വളരെയധികം നന്ദി ശ്രീമതി മേരി ജോർജ് ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.